ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സെക്കൻഡ് പാർട്ടാണ്, റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് കണ്ണ് എങ്ങനെ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം, റിയലിസ്റ്റിക്കായ കണ്ണ് എങ്ങനെ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം എന്നൊരു ട്യൂട്ടോറിയലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ഫസ്റ്റായിട്ട് ഇവിടെ മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ലൈറ്റായിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ മേക്കപ്പ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തു, അതിന് നമ്മൾ ബ്ലെൻഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യുകയാണ്. സെയിം പ്രോസസ്സാണ്. സെക്കൻഡ് ലെയർ ഞാനിവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്നു. ആ ഷെയ്ഡിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് മേക്കപ്പ് ബ്രഷ് ഉപയോഗിക്കുന്നു. നമ്മളെപ്പോഴും ലെയർ വൈസ് വേണം ഷെയ്ഡ് ചെയ്യാൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ലെയർ വൈസ് വേണം നമ്മൾ ചെയ്യാൻ. ഫസ്റ്റ് ലെയർ ചെയ്യുന്നു, ഞാൻ വീണ്ടും സെക്കൻഡ് ലെയർ ഞാനിവിടെ 3B പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. 3B പെൻസിൽ വെച്ച് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. പിന്നെ ഞാനിവിടെ 10B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാർക്ക്നെസ് വാല്യൂ കിട്ടും. കണ്ണിൻ്റെ ഉള്ളിലെ കൃഷ്ണമണി നമുക്ക് അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം ലൈറ്റ്നെസ് എവിടേക്കാണുള്ളത്, അതുപോലെ തന്നെ ഡാർക്ക്നെസ് എവിടേക്കാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ വൈറ്റ് ജെൽ പെൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കണ്ണിൻ്റെ മുകൾ വശം ഞാനിവിടെ ഡാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 3B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മൈന്യൂട്ടായി കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ഷെയ്ഡ് ചെയ്ത് നമുക്കതിൻ്റെ റെഫറൻസ് പിക്കിൻ്റെ വാല്യൂസ് ഡാർക്ക്നെസ് എത്രയൊക്കെ ഉണ്ട് അത് നമ്മൾ നോക്കിയിട്ട് അത്രയും നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. റിയലിസ്റ്റിക് ഡ്രോയിങ് എപ്പോഴും നമ്മൾ സമയമെടുത്ത് ചെയ്യുക, വളരെ പതുക്കെ ചെയ്യണം. പതുക്കെ ചെയ്ത് നമുക്ക് റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ കണ്ണിൻ്റെ മുകൾ വശത്തെ ഏരിയ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ പതുക്കെ സാവധാനത്തിൽ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് മേക്കപ്പ് ബ്രഷ് ഉപയോഗിക്കുന്നു. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും ലെയർ വൈസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഒരേ പ്രാവശ്യം തന്നെ നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാൻ പാടില്ല. അത് റിയലിസ്റ്റിക് ഡ്രോയിങ് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ലതായിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെയർ വൈസ് ചെയ്യുക. നമ്മൾ ലെയർ വൈസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പേപ്പർ ഫുൾ ഫില്ലാകും. നമ്മൾ എവിടേക്കാണോ ഫിൽ ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ പെൻസിൽ വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വളരെ പതുക്കെ ഞാൻ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഡാർക്ക് ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 10B വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. ഈ ബ്ലെൻഡിങ് പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ കണ്ണിൻ്റെ അടിഭാഗത്തെ ഏരിയ ഞാൻ ഇപ്പോൾ ചെയ്യുകയാണ്. അവിടെ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് സെയിം മെക്കാനിക്കൽ HB വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ലെയർ വീണ്ടും സെയിം HB വെച്ചിട്ട് കുറച്ച് പ്രസ് ചെയ്തിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്കൊരു ഡാർക്ക്നെസ് വാല്യൂ കിട്ടുന്നതായിരിക്കും. പിന്നെ കണ്ണിൻ്റെ സൈഡിൽ ഞാൻ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ മോണോ 0 എറേസർ വെച്ചിട്ട് ഞാനിവിടെ ലൈറ്റായിട്ട് ഞാൻ എറേസ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല ഹൈലൈറ്റ്സ് കിട്ടി. പിന്നെ താഴെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. പിന്നെ കുറച്ച് ഡീറ്റെയിലിന് ഹൈലൈറ്റ്സിന് ഞാനിവിടെ മോണോ 0 എറേസർ വെച്ചിട്ട് ഞാൻ മായ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കണ്ണിൻ്റെ മുകൾ വശത്തേക്ക് കിടക്കുകയാണ്. കണ്ണിൻ്റെ മുകൾ വശത്ത് ഞാനിവിടെ ഫസ്റ്റ് മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. നമ്മളെപ്പോഴും മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ട് വളരെ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല, വളരെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പേപ്പറിൻ്റെ എല്ലാ ഏരിയയും മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് മാത്രം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്കതിൻ്റെ റിസൾട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു പേപ്പറും പെൻസിലും വെച്ച് നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. ബിഗിനേഴ്സിന് നല്ലൊരു ഡ്രോയിങ് ട്യൂട്ടോറിയലാണിത്. എല്ലാ ബിഗിനേഴ്സും കാണുക. അതുപോലെ തന്നെ ചാനൽ പുതിയ വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.